ഈ കേരളത്തെക്കുറിച്ച് സംസാരിച്ചതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂട്ടിച്ചേർക്കുമ്പോഴത്തേക്കും ഇവിടെ നടക്കുന്ന സാഹിത്യോത്സവങ്ങൾ എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യണം എന്ന് തോന്നുന്നു. കാരണം ഇപ്പം അതിൻ്റെ ഒരു സമയമാണ് സാഹിത്യോത്സവം. ഇപ്പോൾ KLF ആയാലും കായായാലും ഹോർത്തൂസ് അവസാനിച്ചു. പിന്നെ ഇതിനോട് ചേർത്ത് വെക്കാൻ തന്നെ IFFക്ക് ഇത്തരം ഒരു സംസ്കാരമുള്ളൊരു സാധനം. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സംസാരിക്കുമ്പോൾ ഇത്തരം ഇടങ്ങളുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇത്തരം ആഘോഷങ്ങൾ അല്ലെങ്കിൽ തന്നെയും ഇത്തരം ആളുകൾക്ക് പരിധികളില്ലാതെ സമ്മേളിക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു പ്രധാന കാര്യമാണ്. ഇപ്പം അവിടെ നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചും സൂക്ഷ്മമായി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പ്രകാശ് രാജ് എന്ന് പറയുന്ന നടൻ കേരളത്തിൽ ഭയങ്കരമായ സ്വീകാര്യതയുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. നമുക്കറിയാം പ്രകാശ് രാജ് എന്തിനാണ് സ്റ്റേജിൽ വരുന്നത്, നമുക്ക് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ആടനത്തെക്കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര സബരിയെക്കുറിച്ച് സംസാരിക്കാനോ ഒന്നും ആയിരിക്കില്ല പ്രകാശ് രാജ് വരുന്നുള്ളത്. കൃത്യമായ രാഷ്ട്രീയം സംസാരിക്കാൻ, കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി വ്യക്തമായ ഭാഷയിലൂടെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് പ്രകാശ് രാജ് കേരളത്തിലെ വേദികളിൽ ഇങ്ങനെ നിരന്തരമായി വരുന്നത്. അപ്പം അദ്ദേഹത്തെ പോലെ ഇവൻ നാഷണൽ അവാർഡൊക്കെ വിൻ ചെയ്തിട്ടുള്ള ഒരു നടൻ ഈവൻ KLF പോലെയോ പോലെയൊക്കെയുള്ള ഫെസ്റ്റിവൽ, വലിയ ആഘോഷിക്കപ്പെടുന്ന ഫെസ്റ്റിവൽ അല്ലാതെ ഈ പ്രാദേശികമായിട്ടൊക്കെ നടക്കുന്ന ചെറിയ ചെറിയ സാഹിത്യോത്സവങ്ങളുണ്ട്. ഇപ്പം വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ വയനാട് കേന്ദ്രീകരിച്ച് ഒരു പരിപാടി നടന്നിരുന്നു. അതിൽ പോലും അദ്ദേഹം പങ്കെടുത്തു എന്നുള്ളതാണ്. അത്തരം കിട്ടുന്ന സ്പേസുകൾ ഇപ്പം കോട്ടയത്ത് തന്നെ എന്താണ് ഒരിക്കലും വന്ന് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം. DC ബുക്സിന്റെ വാർഷികത്തോടനുബന്ധിച്ചൊരു പരിപാടിക്ക് ഒരു പ്രഭാഷണം നൽകാനായിട്ട് കോട്ടയത്ത് വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ. അങ്ങനെ കേരളത്തിലെ വേദികൾ ഇദ്ദേഹം അധികമായി ആനന്ദിക്കുന്നുണ്ടെന്ന് എനിക്ക് പറയുന്നത്. അതിനൊരു കൃത്യമായ കാരണമുണ്ട്. കേരളം എന്ന് പറയുന്ന സമൂഹത്തോട് അദ്ദേഹത്തിന് സംവദിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്ന വലിയൊരു കാര്യമുണ്ട്. രാജ്യത്തിന് മറ്റേത് സ്ഥലത്ത് കൊണ്ട് നിർത്തിയാലും, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യക്കൊക്കെ അപ്പുറത്തേക്ക് ഏത് സ്ഥലത്ത് കൊണ്ട് നിർത്തിയാലും ഒരു പക്ഷേ പ്രകാശ് രാജ് പറയുന്ന രാഷ്ട്രീയം അതിൻ്റെ അളവിലെടുക്കാനോ അല്ലെങ്കിൽ ഒരു പരിധിവരെ അതിനെ സ്വീകരിക്കാനോ ആളുകൾ തയ്യാറാകണമെന്നില്ല. ഇത്തരം വേദികൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് കിട്ടണമെന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും എന്താണ്, എന്നെ കേൾക്കാൻ ഒരു സമൂഹമുണ്ട് എന്ന് പറയുന്ന ഒരിടത്തേക്ക് ആയിരിക്കും നമ്മൾ ചെല്ലുന്നത്. അതാണെന്ന് തോന്നുന്നു കേരളത്തിന്റെ ഒരു സജീവമായിട്ടുണ്ട്. സാഹിത്യോത്സവങ്ങളെ കുറിച്ചും കൊണ്ടൊന്ന് സാഹിത്യോത്സവങ്ങളിലേക്ക് വന്നു കഴിയുമ്പം ആക്ച്വലി ഇപ്പം പ്രവീൺ പറഞ്ഞ പോലെ പ്രകാശ് രാജ് എന്ന് പറയുന്ന വ്യക്തിനെ ബന്ധപ്പെടുത്തി തന്നെ നമുക്ക് സാഹിത്യോത്സവങ്ങളിലേക്ക് വരാം. എന്തുകൊണ്ട് കേരളത്തിലെ സാഹിത്യോത്സവങ്ങൾ ഉണ്ടായി എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവിടെ നമുക്ക് മനസ്സിലാവുന്ന കേരളത്തിലെ പൊതുവില് ഇപ്പം നമ്മളിപ്പോ ഒരു 60% ആയിക്കോട്ടെ, എന്നിരുന്നാലും കേരളത്തിൽ വായിക്കന എന്ന് പറയുന്ന ഒരു ശീലം നമുക്ക് ചെറുതായിരിക്കുമ്പോൾ മുതൽ നമ്മൾ പലപ്പോഴും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ അത് എങ്ങനെ ഒരു സമൂഹമായി നമ്മൾ രൂപപ്പെട്ടു എന്നുള്ളതിന് വായനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിന് നമുക്ക് ഏറ്റവും ഉദാഹരണമായിട്ട് പറയുന്നത് മുക്കിലും മൂലയിലും വായനശാലയുള്ള ഒരു നാടാണ് കേരളം. അല്ല, അങ്ങനെ ആയിരുന്നു കേരളം എന്ന് നമുക്ക് ഇപ്പൊ തിരുത്തി പറയേണ്ടതുണ്ട്. കാരണം ഒരു പക്ഷേ കേരളത്തില് ഇന്ന് പ്രകാശ് രാജിനെ പോലുള്ള ഒരു വ്യക്തിനെ കേൾക്കാൻ സമൂഹമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നാനുള്ള കാരണം തന്നെ കേരളത്തിൽ വളരെ സജീവമായിട്ട് ഉണ്ടായിരുന്ന വായനശാലകളായിരുന്നു. ഇന്ന് പക്ഷെ അത് ഇപ്പം സാഹിത്യോത്സവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരു ഫെസ്റ്റിവൽ ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പോകുമ്പോഴും നമ്മൾ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെ അതാണ്. ഇത്രയധികം വായനശാലകൾ ഉണ്ടായിരുന്ന ഒരു കേരളത്തിൽ ഇന്ന് പല വായനശാലകളും, നമ്മളിപ്പോ ഒന്ന് ചുറ്റും നമ്മുടെ പരിസരത്ത് നിന്ന് വണ്ടി ഓടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒട്ടനവധി വായനശാലകൾ അല്ലെങ്കിൽ ഗ്രന്ഥശാലകള് പൂട്ടിക്കിടക്കാണ്. പലതും ഇപ്പം പ്രവർത്തനരഹിതമാണെന്ന് കാണാൻ പറ്റും. ഇനി അതേപോലെ അതിന് മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട്. ഈ ചെറിയ ചെറിയ ഗ്രന്ഥശാലകൾ പൂട്ടിപ്പോകുമ്പോൾ ഇത്തിരി വലിയ ഗ്രന്ഥശാലകളിൽ ഇപ്പൊ ഒരു സാധാരണക്കാരന് മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറയുന്നത് ദുർഘടം പിടിച്ച ഒരു പരിപാടിയായിട്ട് ഇന്നത്തെ കാലത്ത് പറയാം. അതൊരു പ്രശ്നമാണ്. സാഹിത്യോത്സവങ്ങളുടെ എണ്ണം കൂടുമ്പോഴും ഇപ്പം ചെറിയ ചെറിയ നിറയെ സാഹിത്യോത്സവങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ സാഹിത്യോത്സവങ്ങളുടെ എണ്ണം കൂടുമ്പോഴും നമ്മള് എങ്ങനെ സാധാരണക്കാരിലേക്ക് എത്തും അല്ലെങ്കിൽ എത്തിക്കണം എന്നുള്ളിടത്ത്, അല്ലെങ്കിൽ അതെങ്ങനെ എത്തിയിരുന്നോ അതിന് നമ്മൾ ഇവിടെ തടസ്സം വെക്കണം. അതൊരു വലിയ പ്രശ്നമാണ്. ഇങ്ങനെ വായനശാലകള് സാധാരണ മനുഷ്യർക്ക് അപ്രാപ്യമാകും തോറും സാഹിത്യോത്സവങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, എത്ര കാലം കൂടി ഇങ്ങനെയുള്ള സാഹിത്യോത്സവങ്ങൾ ഇത്ര ജനാധിപത്യപരമായിട്ട് അല്ലെങ്കിൽ ജനകീയമായിട്ട് നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു വലിയ ചോദ്യമാണ്. കാരണം വായന കുറയുമ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലുള്ള ഒരു വിമർശനങ്ങളെ ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സ് കുറഞ്ഞു പോയേക്കാം. അത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ശരിയാണ്. നമ്മുടെ ഈ കേരളത്തിന്റെ സാംസ്കാരിക ബോധം വളർത്തിയെടുക്കുന്നതിൽ വായനശാല പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചൊരു കാര്യമാണ്. കാരണം വായനശാലകൾ നമ്മുടെയൊക്കെ ഏറ്റവും പൊതു സ്ഥലങ്ങളായിട്ട് മാറുന്നു. അവിടെ യുവാക്കൾ സംഗമിക്കുന്നു, പുസ്തകങ്ങൾ കൈമാറുന്നു, എടുക്കുന്നു, വായിക്കുന്നു. വായന അങ്ങനെ വലിയ വിശാലമായിട്ടുള്ള ഒരു രൂപം കണ്ടെത്തുന്നു. അവിടുന്ന് ഒരുപക്ഷെ ജനപ്രിയമായിട്ടൊക്കെയാണ് തുടങ്ങുന്നതെങ്കിലും അവിടുന്ന് കുറച്ച് പേരെങ്കിലും
ഫിൽട്ടർ ചെയ്ത് ഗൗരവമുള്ള വായനയിലേക്ക് കിടക്കുന്നു. അവിടുന്ന് നമ്മുടെ വായന കുറച്ചുകൂടി വിശാലമാകുന്നു, ലോകോത്തര വായനകളിലേക്ക് അത് പോകുന്നു എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സ് വളരെ കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ വായനശാല പ്രവർത്തനം ഇല്ല എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. വായനശാല പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നില്ല. ഈ പറഞ്ഞ പോലെ ഞാൻ വ്യക്തിപരമായിട്ടുള്ള അനുഭവം പറയാം. എനിക്കാണെങ്കിൽ പോലും ഞാൻ ചെറുപ്പം മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വായനശാലയിൽ നിന്നാണ് പുസ്തകം എടുത്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ എനിക്ക് ഇവിടെ മെമ്പർഷിപ്പ് ഇല്ല. മെമ്പർഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് ഇപ്പൊ പഞ്ചായത്ത് മെമ്പർ തൊട്ട് അങ്ങ് എല്ലാവരുടെയും ആവശ്യമാണ്. അവരെല്ലാവരുടെയും സാക്ഷ്യപത്രം വേണ്ട ഒരു ആവശ്യമാണ്. ഞാൻ പ്രൂവ് ചെയ്യേണ്ടി വരുവാണ്, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇവിടെ ഇത്ര വർഷമായി സ്ഥിരതാമസക്കാരനാണ് എന്നൊക്കെ പറയുന്നൊരു സാങ്കേതിക സ്വഭാവത്തിലേക്ക് അത് മാറുകയും ഇപ്പം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി പുസ്തകം എടുത്തുകൊണ്ടിരിക്കുന്ന എനിക്ക് പോലും എൻ്റെ ലൈബ്രറിയിൽ പ്രോപ്പർ മെമ്പർഷിപ്പ് ഇല്ല. ഇപ്പോഴും എൻ്റെ പിതാവിൻ്റെ മെമ്പർഷിപ്പിലാണ് ഞാൻ പുസ്തകം എടുക്കുന്നത്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ് കേട്ടോ. കാരണം ഇപ്പം വായന എന്ന് പറയുന്ന ഒരു മൗലിക അവകാശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഒരു വ്യക്തിനെ ഡിഫൈൻ ചെയ്യുന്നതിന്റെ ഒരു ബേസിക് നീഡ് തന്നെയാണ് വായന എന്നുള്ളത്. അതെ, സജീവമായ വായനശാല പ്രവർത്തനം നടക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഇപ്പൊ അടുത്താണെങ്കിൽ പോലും കൃത്യമായ ചർച്ചകൾ സംഘടിപ്പിക്കുന്നു, പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നു ഒക്കെ പറയുന്ന ഒരു സംഭവം. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പ്രശ്നമല്ല, അതിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഈ വായന എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രാപ്യമായിരുന്ന ഒരു കാലമാണ് നമ്മുടെ ഈ വായനശാലകളുടെ ഒരു വസന്തകാലം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം തമാശക്കാണെങ്കിലും നമുക്ക് പറയാൻ കഴിയുന്ന കാരണം, ഇത്തരം ഫെസ്റ്റിവലുകൾ ഉണ്ടാകുന്നു, അത് വളരെ ഗുണകരമായി നമ്മളെ നയിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇതിനൊക്കെ ഭയങ്കര ചെലവാണ് എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. നമ്മളൊരു 4-5 ദിവസം നമ്മളുടെ സമയം, ജോലിയും മറ്റു കാര്യങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ച് നമ്മളൊരു ഇത്തരം ഒരു വേൾഡിലേക്ക് നമ്മൾ കയറത്തില്ലാണ്. അപ്പൊ അത് ആവശ്യപ്പെടുന്ന ഒരു തരം സാമ്പത്തിക സുരക്ഷിതത്വം നമുക്ക് വേണമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പൊ അത് നടക്കട്ടെ. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞ പോലെ നേരത്തെ പുസ്തകം വായിക്കാൻ നമ്മൾ കാശുകാരനാകണമെന്നില്ലായിരുന്നു. ഇല്ല, ഇന്ന് നമുക്കൊരു കാരണം പുസ്തകങ്ങളുടെ വില വർദ്ധിച്ചു വരുന്നു. സാധകശാലകൾ അത്തരം കാര്യങ്ങളിൽ യാതൊരു നിയന്ത്രണവും കാണിക്കുന്നില്ല. പുസ്തകങ്ങൾ വില വർദ്ധിക്കുന്നു. അത് പുസ്തകം വാങ്ങി വായിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ട്. കാരണം വായനശാലകളിലേക്ക് നമ്മൾ ആരും പോകുന്നില്ല ഇപ്പോൾ. അങ്ങനെ വരുന്ന സമയത്ത് ഇത് വാങ്ങി വായിക്കുക എന്ന് പറയുന്നതല്ലാതെ നമുക്ക് മുമ്പിലേക്ക് മറ്റ് മാർഗങ്ങളില്ലാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും പുസ്തകം വായിക്കാൻ നിർബന്ധം. ഒരു ഉദാഹരണത്തിന് ചുമ്മാ നമ്മളൊന്ന് ഒരു പുസ്തകശാലയ്ക്ക് കയറിയാൽ നമ്മളുടെ ഒരു പക്ഷേ നമ്മുടെ ആ മാസത്തെ മുഴുവൻ താളവും തെറ്റിച്ചായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത്. കാരണം പുസ്തകത്തോട് ആർത്തിയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അത് സജീവമായി നടക്കുന്ന അത്തരം ഒരു വസന്തം ഇനി ഉണ്ടാകുമെന്നൊക്കെയുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇപ്പോൾ പോലെ KLF അല്ലെങ്കിൽ കാബ് പോലെയുള്ള അല്ലെങ്കിൽ അത്തരം സംഗതികൾ നടത്തുന്ന ഒരു തരം ഉത്തരവാദിത്വം കൊണ്ടുണ്ട്. അതും കൂടെ നമ്മൾ പരിഗണിച്ച് വേണം പോകാൻ വിചാരിക്കുന്നത്. ഒരു പരിധിവരെ അതിനെക്കുറിച്ച് നമുക്ക് വിമർശനങ്ങളുമുണ്ട്. എങ്കിൽ പോലും സാഹിത്യം മാത്രം തന്നെയാണോ അവിടെ ആഘോഷിക്കപ്പെടുന്നത്, അതോ ഈ പറഞ്ഞ പോലെ പോപ്പുലർ കൾച്ചറിന്റെ പൾപ്പ് സ്വഭാവങ്ങളിലേക്ക് മാത്രമായി അതൊക്കെ ഒതുങ്ങി പോകുന്നുണ്ടോ എന്നുള്ള ആക്ഷേപങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനെ ഗൗരവത്തോടു കൂടി തന്നെ അഡ്രസ് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഇവിടെ വരുന്ന മനുഷ്യരുണ്ടല്ലോ, ഞാൻ സൂചിപ്പിച്ച പോലെ ഇവിടെ വരുന്ന മനുഷ്യർ എന്ന് പറയുന്നത് ഈ ഇത്തരം വായന അല്ലെങ്കിൽ കലയെ അതിഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന, അതിനോട് ഭീകരമായ ആഭിമുഖ്യം പുലർത്തുന്ന ആളുകളുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ സാമ്പത്തികത്തിന്റെ കാര്യം സൂചിപ്പിച്ചെങ്കിലും അതിഭീകര സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളൊന്നും അല്ല ഇതിന് വരുന്നത്. മനസ്സിലായില്ലേ? ഇത് അവരുടെ ഒരു വർഷത്തെ ഒരു ടാർഗറ്റ് ആയിട്ടൊക്കെ കണക്ക് കൂട്ടി അതിനുവേണ്ടി പണം മാസത്തിൽ അവരുടെ സമ്പാദ്യത്തിൽ നിന്നൊരു ചെറിയ തുകയൊക്കെ മാറ്റിവെച്ച് ഓവർ ടൈം ജോലിയൊക്കെ ചെയ്ത് പണം സമ്പാദിച്ച് ഇതിലേക്ക് എത്തുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളുടെ ഒരു തരം ഒരു ക്രീം ഉണ്ടല്ലോ, ഒരു തരം ക്രീം സ്വഭാവം ഉണ്ടല്ലോ അവരുടെ. അതാണ് ഇത്തരം സ്ഥലങ്ങളെ ജീവനുള്ളതാക്കുന്നത്, ഇത്തരം ഇടങ്ങളെ സംവാദക്ഷമമാക്കുന്നതെന്നൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഇതിനകത്ത് ഒരു 100 പേര് വരുന്നു എന്നുള്ളിടത്ത് അതിനകത്തൊരു 25% ആളുകൾ മാത്രമേ ഇതിലേക്ക് വരുന്നുള്ളൂ. ഈ പറയുന്ന ഒരു ക്രീം എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം വരുന്നതിലേക്ക് ഒതുങ്ങിച്ചേരുന്നുള്ളൂ. കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന കുറച്ച് റീൽസ് കണ്ട് നല്ല വൈബാണല്ലോ എന്നാ ഒന്ന് പോയേക്കാം എന്ന് കരുതി വരുന്ന ആളുകളുടെ എണ്ണം കൂടുമ്പോൾ കണ്ടൊരു വിമർശനം തന്നെയാണ്, ഈ വൈബിന് വേണ്ടി വരുന്ന ആളുകൾക്കനുസൃതമായിട്ട് സാഹിത്യോത്സവങ്ങൾ അവരുടെ സ്കെഡ്യൂൾസിനെ മാറ്റുന്നു, അല്ലെങ്കിൽ ആ ഒരു രീതിയിലോട്ട് ഈ ഫെസ്റ്റിവൽസ് മാറപ്പെടുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നല്ല സംവാദങ്ങൾ കേൾക്കാം അല്ലെ, നേരിട്ട് കാണാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൈറ്ററിനെ കാണാം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വരുന്നവർക്ക് അതിനൊരു സാഹചര്യത്തിൽ നിന്നാണെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഒരു പോപ്പുലർ കൾച്ചറിന് ഉതകുന്ന രീതിയിലോട്ട് പലപ്പോഴും അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സാഹിത്യോത്സവങ്ങൾ മാറുന്നു എന്നുള്ളതൊരു പ്രശ്നം തന്നെയല്ലേ? അതെ അതെ. അല്ല, ഇതിപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലോ. പക്ഷെ ഈ സാഹിത്യോത്സവങ്ങൾക്ക് പോകുന്ന ആളുകൾ കേൾക്കുന്ന ഒരു ഭയങ്കരമായ കുറെ വിമർശനമാണ് നമ്മുടെ ഈ പോപ്പുലർ കൾച്ചറിന്റെ ഭാഗത്തു നിന്ന് വരുന്ന. ഇപ്പോഴാണെങ്കിലും സീസണൽ ബുദ്ധിജീവികൾ അവർക്ക് തോൾസഞ്ചിയും ഖദർ ജുബേവും വഴങ്ങും എന്നൊക്കെയുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ അതിനെ ഞാൻ
പിൻപറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒരിക്കലെങ്കിലും നിങ്ങൾ അതിലൊന്ന് പോയി നോക്കൂ എന്നേ ഞാൻ കാര്യം ചെയ്യും. ഇവരിങ്ങനെ കളിയാക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളെ പലരും ട്രോളുമ്പോഴും അതൊരു സത്യമല്ലേ. ഇങ്ങനെയുള്ള സാഹിത്യോത്സവങ്ങൾക്ക് വരുമ്പോൾ ഒരു തോൽസം ചെയ്യും. ഒരു ജുബ ഇട്ടുകൊണ്ട് ആളുകൾ വരാറുള്ളൂ. അത് ശരിക്കും ബുദ്ധിജീവി ചമയങ്ങളാണോ ഇനി അതോ ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽസിന് നമ്മൾ ഇങ്ങനെയാണ് പോകണ്ടേ എന്നുള്ളൊരു ധാരണയാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അതൊരു സ്വാഭാവിക പ്രക്രിയയാണെന്ന് തന്നെ ഞാൻ പറയുന്നത്. കാരണം ഞാൻ പർപ്പസ്ഫുള്ളി അല്ല എൻ്റെ സഞ്ചി എപ്പോഴും ഉപയോഗിക്കുന്നത്. കാരണം എൻ്റെ സഞ്ചി ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിന് വേണ്ടി മാത്രമായി ഞാൻ സഞ്ചി ഉണ്ടാക്കി വെക്കുന്നില്ല എന്ന് പറഞ്ഞാൽ യാതൊരു. പക്ഷെ അത്തരം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ വായന വഴി എന്തൊക്കെയോ തരുന്ന ആനന്ദങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ വായന എന്ന് പറയുന്ന ഒരു പ്രക്രിയയുടെ അതിഗൗരവ സ്വഭാവത്തെ ഏറ്റുവാങ്ങിയിട്ടുള്ള അതുവഴി കൃത്യമായിട്ടുള്ള ലോകവീക്ഷണവും രാഷ്ട്രീയ നിലപാടുകളും സാമൂഹിക നിലപാടുകളൊക്കെ രൂപീകരിച്ച എന്താണ് ഒരു ജനപ്രിയ സമൂഹത്തിന് ക്രമം ആരോപിക്കാൻ സാധിക്കാത്ത ക്രമരഹിതമായ ഒരു ജീവിതശൈലിയൊക്കെ ജീവിക്കുന്ന മനുഷ്യരാണ് ഇവിടെ വന്നുകൂടുന്നത്. അത്തരം സമാന സ്വഭാവമൊക്കെ വരുമ്പോഴത്തേക്ക് ഇവരുടെ ശീലങ്ങളും ചിലപ്പം അതിനകത്തൊരു തരം സാമ്യതകൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അത്രയും ഞാനത് പറയുന്നുണ്ട്. അല്ലാതെ എനിക്ക് ആക്ഷേപമില്ല സീസണൽ ബുദ്ധിജീവികളാണ് ഈ സാധനത്തിനകത്ത് വരുന്നതെന്നോ അല്ലെങ്കിൽ അത് ജുബയിടാൻ വേണ്ടി പോകുന്നതാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ സർവകലാശാലയിൽ ചക്കരെ പോലുള്ള ആളുകളാണ് ഇതിനകത്ത് വരുന്നതെന്നോ എന്ന് എനിക്ക് ആക്ഷേപമില്ല. അപ്പം എനിക്ക് പറയാനുള്ളത് എന്തിനു കൂട്ടിച്ചേർക്കണമെങ്കിൽ കൂട്ടിച്ചേർക്കുക. അതൊരു ആക്ഷേപമല്ല. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ നമ്മള് കേരളത്തിന് പോയിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അല്ലെ പുറത്തുനിന്ന് വീക്ഷിക്കുന്നവർ നമ്മൾ പുറത്തുനിന്ന് കാണുന്നവർ അതാണ് കാണുന്നത്. കുറെ പേര് ജുബയിട്ട് സഞ്ചി തൂക്കി ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞൊരു പ്രത്യേക ശൈലിയിൽ നടത്തവുമായി വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന വിമർശനമാണ്. പക്ഷെ സീസണൽ ബുദ്ധിജീവി എന്ന് പുറത്തുനിന്ന് കാണുന്നത് സ്വാഭാവികമായിട്ടും വിളിക്കും. കാരണം നമ്മൾ നോക്കുമ്പോൾ തന്നെ പ്രത്യേക രീതിയിൽ നടക്കുന്ന ആളുകൾ പ്രത്യേകമായ വസ്ത്രധാരണം. പക്ഷെ അവിടെ സാഹിത്യോത്സവം നടത്തുന്ന ആളുകൾക്ക് അവിടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. നമുക്കത് ഫെസ്റ്റിവൽസിന് വേണ്ടി മാത്രമല്ല അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ആളുകൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ നടത്തുന്നു എന്നുള്ളതിന് പകരം എന്തുകൊണ്ട് ഇങ്ങനെ കുറച്ച് ആളുകൾ പുറത്തുനിന്ന് ഇതിനെ വിമർശനാത്മകമായി നോക്കി കാണുന്നു അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഇവരിലേക്കും അല്ലെങ്കിൽ നമ്മളുടെ സാധാരണ മനുഷ്യരിലേക്കും അല്ലെങ്കിൽ വായനയിൽ നിന്ന് മാറി നിൽക്കുന്നവരിലേക്കും വായിക്കേണ്ടതിന്റെ ആവശ്യം എന്താണ് എന്നുള്ളത് എത്തിക്കേണ്ട ഒരു ആവശ്യമാണ്. അതിന് ഏറ്റവും നല്ലത് എപ്പോഴും ഇങ്ങനെയുള്ള സാഹിത്യോത്സവങ്ങൾ നടത്തുന്ന സംഘാടകർക്കാണ് അത് ഏറ്റവും നന്നായി പറ്റുന്നത് അല്ലെങ്കിൽ സാധിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തോടെ ഇനി വരുന്നൊരു ജനറേഷനിലേക്ക് അല്ലെങ്കിൽ ഇനി വരുന്നൊരു തലമുറയിലേക്ക് വായനയെ ഇൻഫ്ലിക്ട് ചെയ്യേണ്ടതും ഇങ്ങനെയുള്ള സാഹിത്യോത്സവങ്ങളിലൂടെ നടക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അതിന്റെ സംഘാടകർക്ക് അതിന് ഭീകരമായ ഒരു ഉത്തരവാദിത്വമുണ്ട്. അതിൽ നിന്ന് ഇവർ പലപ്പോഴും മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം മാത്രമേ എനിക്ക് അവിടെയുള്ളൂ. അതിനോട് ചേർന്നാണ്. കാരണം ഇതുകൊണ്ട് നാളെ ഒരു സമൂഹം വായിക്കുമോ എന്നൊക്കെയുള്ള കാര്യം സംശയമാണ്. വായന എത്രത്തോളം കോഴിക്കോട് ബീച്ചിൽ വരുന്നു, ഒരു പാട്ട് പാടുന്നു, തിരിച്ചു പോകുന്നു അല്ലാതെ വായിക്കുന്നവർ വായിച്ചുകൊണ്ടേയിരിക്കും. അവർ കൃത്യമായി സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അവർ ചിലപ്പോൾ അവരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരിയെ കാണാനായിട്ട് വന്നതായിരിക്കും, അവരുടെ ഒരു ഒപ്പം മുഴക്കാനൊക്കെ വന്നിരിക്കും. അതൊരു വലിയ സംഭവമാണ്. ഈ വായനക്കാരനും എഴുത്തുകാരനും തമ്മിലുള്ള അകലം ഭയങ്കരമായി ഇത്തരം ഫെസ്റ്റിവൽ കുറച്ചിട്ടുണ്ട്. വായനക്കാരൻ ഒരു പരിധി വരെ അപ്പാപ്പിനായിരുന്നു എഴുത്തുകാരനെങ്കിൽ അവനൊരു ഒപ്പം നിന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവൻ പബ്ലിക്കായി തന്നെ അദ്ദേഹത്തിനെ വേണമെങ്കിൽ നമുക്ക് വിമർശിക്കാൻ പറ്റും. അവര് അസഹിഷ്ണുക്കളാകും കേട്ടോ, വേറൊരു കാര്യം. പലപ്പോഴും നമ്മൾ കണ്ടൊരു കാര്യമാണ് വിമർശനങ്ങൾ അംഗീകരിക്കാൻ എത്രത്തോളം നമ്മൾ എഴുത്തുകാർ തയ്യാറാണെന്നുള്ള വേറൊരു പ്രശ്നങ്ങളുണ്ട്. അത് വേറെ ചർച്ച, അത് പോട്ടെ. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ഇത് ഒരുക്കുന്നുണ്ട് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിലും പിന്നെ എൻ്റെ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായും പ്രസാധനശാലകളാണ് ഇത് സംഘടിപ്പിക്കുന്നത്, മുഖ്യധാരയിൽ നിൽക്കുന്നത്. അല്ലാതെ സമാന്തരമായി ഒരുപാട് സാഹിത്യോത്സവങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. കാരണം ചെറിയ ചെറിയ സംഘടനകൾ, ചെറിയ ചെറിയ വായനാ കൂട്ടായ്മകൾ, ലൈബ്രറികൾ, സൊസൈറ്റികളൊക്കെ വലിയ സാമ്പത്തിക നേട്ടം ഒന്നും അവർക്കില്ല ഇതിനകത്തൊന്നും. പക്ഷെ അവരുടെ പ്രാദേശികമായിട്ടുള്ള എഴുത്തുകാർക്ക് വലിയ അവസരങ്ങളൊക്കെ കൊടുത്ത് ഒരു 3-4 വലിയ ഫിഗേഴ്സിനെ കൊണ്ടുവരികയും ബാക്കി അവരുടെ പ്രാദേശികമായിട്ടുള്ള എഴുത്തുകാരെയൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ ചെറിയ ആഘോഷമൊക്കെ അവർ സംഘടിപ്പിക്കുന്നുണ്ട്. അത് പക്ഷേ ഈ മുഖ്യധാരയിൽ നിൽക്കുന്ന മുഖ്യമായും പ്രസാധകശാലകളാണ് ചെയ്യുന്നത്. അവർ കൃത്യമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ ഇതിൽ നിന്ന് നിറവേറ്റപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് പുസ്തക വിൽപ്പന വഴിയായാലും സ്പോൺസർഷിപ്പുകൾ വഴിയായാലും ഇത്തരം കാര്യങ്ങൾ അത് നിറവേറ്റപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഓരോ വർഷം കഴിയുമ്പോഴും കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരിയായി ഇത് സംഘാടന ഇതിനുണ്ടാകുന്നത്. ആളുകൾ എത്തുന്നതന്നെയല്ലേ ഞാൻ പറഞ്ഞത്, കുറച്ചുകൂടെ ഒരു സംഘാടന ശേഷി, മികവെന്ന് ഞാൻ പറഞ്ഞത് ശേഷി ഇതിന് വർദ്ധിച്ചു വരുന്നത് അതുകൊണ്ടാണ്. കഴിഞ്ഞ വർഷം ഒരു പുസ്തക സ്റ്റാളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഈ വർഷത്ത് 3 പുസ്തക സ്റ്റാളുകളായി ഒരു ഏരിയയിൽ നിന്നും ആളുകൾ പുറത്തു പോകരുത് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് അത് കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടാണ്. അപ്പം അത് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരേ സമയം തന്നെ അത് സാംസ്കാരികമായ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട്. അതേസമയം തന്നെ അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇതിനെ രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഒരു വശത്ത്
സാമ്പത്തികമായ കാര്യങ്ങൾക്ക് മാത്രം ഒരു പരിഗണന കൂടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അതിന്റെ കൾച്ചറലായിട്ടുള്ള ഒരു എലമെന്റ് കുറഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതൊരു ട്രെൻഡായിട്ട് മാറുന്നുണ്ട്. ഇപ്പൊ സാഹിത്യോത്സവത്തിൽ ഇപ്പം കഴിഞ്ഞ 2-3 ദിവസം KLF-ലായിരുന്നപ്പോഴും ഞാൻ വിചാരിച്ചത് എത്ര സാഹിത്യ സെഷനുകളുണ്ട് മറ്റേതുമായിട്ട് തട്ടിച്ചു നോക്കാം. കൂടുതലും ജനപ്രിയമായതുകൊണ്ടായിരിക്കും സിനിമയാണ് കൂടുതൽ അവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ് എൻ്റെ ഒരു വിശ്വാസം. സിനിമയാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതെന്നുണ്ട്. സിനിമ കാരണം കൗട്ട് പ്ലസ് എന്ന് പറഞ്ഞ എപ്പോഴൊരു സാഹിത്യകാരൻ ഒരിക്കലും അത്തരം ഒരു, അല്ലെങ്കിൽ നമ്മൾ മനോജ് പിള്ളയോ ശശി തരൂരോ ഒക്കെ ആയിരിക്കണം, നമ്മളൊരു കൗട്ട് പ്ലസ് ആയിരിക്കണം. അപ്പം അതുകൊണ്ട് അത്തരം ആഘോഷങ്ങൾക്ക് പഴയതിനേക്കാൾ ഉപരി ഒരു പ്രാധാന്യം കിട്ടുന്നുണ്ട്. അത് ഒരു തരം പ്രോത്സാഹിപ്പിക്കാവുന്ന ഒരു പരിപാടിയാണോ? സാഹിത്യോത്സവങ്ങൾക്ക് അപ്പുറത്തേക്ക് ഉത്സവങ്ങളായിട്ട് മാത്രം അത് മാറിപ്പോകുന്നുണ്ടോ എന്നുള്ള പറയുന്ന ഒരു സംഭവം കൂടെ. ഈ പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, സ്റ്റോൾസിന്റെ എണ്ണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാനൊരു കാര്യം ഓർത്തത്. അതായത് നമ്മള് ഇപ്പം പുസ്തകം വായിക്കുക എന്നുള്ളത് ആണ് വളരെ മികച്ചൊരു കാര്യമാണ്. പക്ഷെ നമ്മളിപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ പുസ്തകത്തിന്റെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം വെച്ചാൽ, പുസ്തകം വായിക്കുക, അല്ലെ ഒരാൾ പുസ്തകം വായിക്കുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ എന്തോ വലിയൊരു കാര്യമായിട്ട് ഇന്ന് സമൂഹം കണക്കാക്കുന്നു എന്നുള്ളൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം പുസ്തകം വായിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമായിരുന്ന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിൽ നിന്ന് ആള് പുസ്തകം നന്നായി വായിക്കും എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എന്തോ വലിയ കാര്യമായി കാണുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്. അവിടെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, വായിക്കണം എന്നുള്ള, അല്ലെങ്കിൽ നിങ്ങൾ പുസ്തകം വായിക്കേണ്ട ആവശ്യകത ഇങ്ങനെയുള്ള സാഹിത്യോത്സവങ്ങൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് കൺവേ ചെയ്യപ്പെടുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് വായിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇനി വരുന്ന ഒരു തലമുറയിലേക്ക് എങ്ങനെ വായന എന്ന് പറയുന്ന ഒരു ശീലത്തെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് കൂടെ ഈ സംഘാടകർ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഇതിനകത്ത് പറഞ്ഞുകൊള്ളട്ടെ. പലപ്പോഴും പുസ്തകങ്ങൾ ആളുകൾ വാങ്ങിച്ചു കൂട്ടുന്നത് സ്വന്തമായിട്ടൊരു പേഴ്സണൽ ലൈബ്രറി. എന്നാൽ ഈ പേഴ്സണൽ ലൈബ്രറിയിൽ ഇരിക്കുന്ന പല പുസ്തകങ്ങളും ഇവരാരും വായിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു സ്റ്റേറ്റസ് കാണിക്കാനുള്ള ഒന്നായി മാറിയിട്ടുണ്ട് പുസ്തകങ്ങൾ എന്നുള്ള. അപ്പം അതോടൊപ്പം തന്നെ ഈ പ്രസാധകർ ചെയ്യുന്ന ഒരു കാര്യം, ഇങ്ങനെ സ്റ്റേറ്റസിന് വേണ്ടി പുസ്തകം വാങ്ങിക്കുന്നതാണല്ലോ. അപ്പം കുറച്ച് ഭംഗിയിലെ കവർ പേജുകൾ നല്ല ഭംഗിയിൽ ഉണ്ടാക്കാം, അതിന്റെ പേരിൽ കുറച്ച് പൈസ കൂടുന്നതൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അത് പറഞ്ഞ പ്രശ്നമല്ല. ഇല്ല, ഒരു പ്രശ്നമല്ല. അതെന്താ വെച്ചാല് അത് ശരിയാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ പുസ്തകത്തിന്റെ വില എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണല്ലോ. അപ്പം ഈ ആദ്യം പറഞ്ഞൊരു പോയിന്റ്, ഈ വായനക്കാരൻ എന്ന് പറയുന്നത് കൂട്ടത്തിൽപ്പെടാത്ത ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. ഒരു 5 പേരുള്ള ഒരു ഗ്യാങ്ങിനകത്താണെങ്കിൽ നിങ്ങൾ വായിക്കുമല്ലേ, അത് വായിക്കും, എന്തോ സംഭവമാണ് എന്നുള്ള രീതിക്ക് പോകുന്നുണ്ട്. വായന എന്ന് പറയുന്നത് നമ്മളുടെ ഈ പറഞ്ഞ പോലെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഒരു സ്വാഭാവിക പ്രക്രിയയുടെ ഭാഗമായിരുന്നു എന്നുള്ളതോ, വായന അങ്ങനെ ഭീകരമായി മഹത്വവൽക്കരിക്കപ്പെടേണ്ട ഒരു പർവ്വതീകരിക്കേണ്ട ഒരു സംഗതി അല്ല എന്ന് പറയുന്നിടത്ത് ഇപ്പം നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട് ആ ഒരു കാര്യം. പുസ്തകം വായിക്കും, കൊള്ളാം എന്ന് പറയുന്ന, പക്ഷെ ഒന്നും വായിക്കാറില്ല കേട്ടോ എന്ന് പറയുന്ന അതും ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറുന്ന ഒരു സംഭവമുണ്ട്. അപ്പം വായനക്കാരൻ എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ നമ്മൾ സിനിമ കാണുന്നത് പോലെയോ പത്രം വായിക്കുന്നത് പോലെയോ ക്രിക്കറ്റ് കളിക്കുന്നത് പോലെയോ ഒക്കെയുള്ളൊരു ഒരു സാധാരണ പരിപാടിയാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം അതിന് സ്വാഭാവികമായിട്ട് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഇടങ്ങളുണ്ടാകട്ടെ, അത്തരം ഇടങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകട്ടെ. പിന്നെ അതികാൽപ്പനിക സ്വഭാവമൊക്കെ കൊടുത്ത് പുസ്തകങ്ങൾ ചിത്രീകരിക്കുന്നു. പിന്നെ ഈ രസം പുരട്ടിയ പരിപാടികൾ, തൊലിപ്പുറത്തുള്ള പരിപാടികൾ കൂടുതൽ ആകർഷണീയത സ്വാഭാവികമായിട്ടുണ്ടല്ലോ. അപ്പം പിന്നെ അത് എല്ലാ കാലത്തും ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ അതിൻ്റെ ഒരു പ്രശ്നം, ഗുരുതരമായൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ, സാഹിത്യം അതാണെന്ന് ഡിഫൈൻ ചെയ്യപ്പെടുന്നിടത്താണ് അതിൻ്റെ ഗുരുതരമായ ഇഷ്യൂ ഉള്ളത്. പക്ഷെ പഴയ വായനക്കാർക്ക് അത്തരം ഒരു പക്വത ഉണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അവർ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം കോട്ടയം പുഷ്പനാഥനെയും ജോസി വാഗമറ്റത്തിനെയും ഏറ്റുമാനൂർ ശിവകുമാറിനെയും നീലകണ്ഠൻ പരമാരയെയും ഒക്കെ അവർ വായിക്കുന്നു. അതേ ആളുകൾ തന്നെ ഒരുപക്ഷെ OV വിജയനെയും മുകുന്ദനെയും, ഇപ്പം ആധുനികതയുടെ വക്താക്കളായതുകൊണ്ട് വിജയനെയും മുകുന്ദനെയും അല്ലെ NS മാധവനെയും ഈ പറഞ്ഞ പുതിയ തലമുറയിലെ സുഭാഷ് ചന്ദ്രനെയും ഒക്കെ വായിക്കുന്നവരുണ്ട്. ഇതിനെ രണ്ടായിട്ട് കാണാനുള്ളൊരു ശേഷി പഴയ വായനക്കാർക്ക് ഗംഭീരമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ പരിചയത്തിലുള്ള ഒരാൾ, അയാൾ വായനക്കാരനാണെന്ന് അവകാശപ്പെടുന്നില്ല. അയാൾ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ അത്തരം കാര്യങ്ങൾ വായിച്ചിട്ടില്ല. പുള്ളി ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അയാളുടെ ലൈബ്രറി, ആ പരിസരത്തെ ലൈബ്രറിയിൽ നിന്ന് പ്രാദേശികമായി കിട്ടിയ ലൈബ്രറിയിൽ നിന്നുള്ള ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. പക്ഷേ അയാളൊരു വായനക്കാരനാണെന്ന് എങ്ങും അവകാശപ്പെടില്ല. കാരണം എന്താ വെച്ചാൽ അയാൾ പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ അത് വായിച്ചിട്ടില്ല, ഞാൻ വിജയനെ വായിച്ചിട്ടില്ല. പക്ഷെ അവിടെ പുള്ളിക്കാനുള്ളൊരു തെളിച്ചമുണ്ട്. താൻ നടക്കുന്ന പരപ്പിലല്ല ഈ സാധനം നിൽക്കുന്നത്, ഇതിന്റെ ആധികാരികത എന്ന് പറയുന്നത് മറ്റൊരു തലമാണ്, ഇതൊരു വിശ്വാസം അയാൾക്കുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം പുസ്തകങ്ങൾ ആഘോഷിക്കപ്പെടുന്ന ഒരു രീതി നമുക്കറിയാം.
ഇവിടെ നമ്മൾ കോപ്പികൾ ലക്ഷക്കണക്കിന് കോപ്പികളുടെയും കോടിക്കണക്കിന് റോയൽറ്റിയുടെയും കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ അതാണ് സാഹിത്യം എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പറഞ്ഞില്ലേ, ഇൻസ്റ്റാഗ്രാമിൽ 2 റീൽസിലുള്ള പുസ്തകമാണ് ഏറ്റവും നല്ല പുസ്തകം എന്നുള്ളൊരു തെറ്റായ ധാരണ ആളുകളിലേക്ക് എത്തുമ്പോൾ അതിന്റെ അപ്പുറത്ത് കൃത്യമായി എഴുതപ്പെടുന്ന പല ഓതേഴ്സും അല്ലെങ്കിൽ പല റൈറ്റേഴ്സും അല്ലെങ്കിൽ യുവ എഴുത്തുകാരെ തന്നെ നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായി എഴുതുന്ന ഒത്തിരി ആളുകൾ അല്ലെങ്കിൽ ഒട്ടനവധി ആളുകൾ ഒരു പക്ഷെ നമ്മുടെ ചുറ്റുപാടും ഉണ്ടായേക്കാം. എന്നാൽ പ്രസാധകരെ കിട്ടാത്തത് കൊണ്ടും, എന്നാൽ ഇനിയിപ്പോൾ ഒരു നല്ല പ്രസാധകരെ കിട്ടിയാലും പലപ്പോഴും അവരുടെ പുസ്തകങ്ങൾ സെയിൽ ചെയ്യപ്പെടുന്നില്ല. കാരണം ആളുകളിലേക്ക് അത് ഇൻസ്റ്റഗ്രാമിലൂടെ അത് പോപ്പുലർ ആകുന്നില്ല എന്നുള്ളൊരു കാരണം അവിടെ വരുന്നുണ്ട്. അതൊരു പ്രശ്നമാണ്. അതൊരു കൃത്യമായി ഡിഫൈൻ ചെയ്യപ്പെടുന്നു. ഇപ്പൊ ജനപ്രിയ സാഹചര്യങ്ങൾ നമ്മുടെ മുഖ്യധാര പ്രസാധകർ എത്രത്തോളം കൈകാര്യം ചെയ്തിരുന്നു നമുക്കറിയാം. പക്ഷെ ഇപ്പൊ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നുള്ളത് അവർ ഒരു പരിധിവരെ അവർ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളൊക്കെ സീരിയസ് ഫിക്ഷൻ എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള എഴുത്തുകാരെയും അവരുടെ ശേഖരങ്ങളുമായിരുന്നു മുഖ്യധാര എഴുത്തുകാർ പ്രൊജക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ അത് മാറിയിട്ട് ഇവർക്ക് ഈ സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു മാനദണ്ഡത്തിലേക്ക് മാത്രമായിട്ട് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ പറഞ്ഞ കോവിഡിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് എല്ലാ പ്രസാധകശാലകൾക്കും വലിയൊരു ടാസ്ക് ആയിരുന്നു. അപ്പൊ അതിനൊക്കെ ശേഷം ഇത് കുറച്ചുകൂടെ ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് വരികയും ഇതിന്റെ ഒരു മൂല്യമൊക്കെ എത്രത്തോളം വേണം എന്നൊക്കെ ഉള്ള ഒരു കാര്യത്തിൽ അവർക്ക് തന്നെ ഒരു സംശയം ഉണ്ടാവുകയൊക്കെ ചെയ്തതിന്റെ ഒരു ഫലമായിട്ടാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഒരു തോന്നൽ എന്താണെന്ന് വെച്ചാൽ വായന പരിപോഷിപ്പിക്കപ്പെടും. വായന എന്ന് പറയുന്ന ഒരു പരിണാമം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബേസിക്കലി വായന ഒരു പരിണാമമാണ്. അത് നമ്മുടെ തുടക്കത്തിൽ ഏതൊരു പ്രവൃത്തി ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ആദ്യമേ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ഒരാൾ അതിൻ്റെ അയാൾക്കുള്ളൊരു നൈപുണ്യവും അയാളൊരു 10 വർഷം ക്രിക്കറ്റ് കളിച്ചതിന് ശേഷമുള്ള അയാളുടെ നൈപുണ്യം തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. അയാൾക്കന്നൊരു 130 കിലോമീറ്റർ സ്പീഡ് വരുന്ന പന്ത് എന്നാൽ കാണുന്നില്ലായിരിക്കും ആദ്യത്തെ തവണ. പക്ഷേ ഇത് പന്ത് അവിടുന്ന് റിലീസ് ചെയ്യുമ്പോൾ ഇയാൾക്ക് അവിടുന്ന് ഷോട്ട് തീരുമാനിക്കാനുള്ളൊരു അറിവിലേക്ക് അയാൾ എത്തുന്നുണ്ടല്ലോ. അത്തരത്തിൽ തന്നെ ഒരു പരിണാമം വായനയിലും നടക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ വായനയുടെ തുടക്ക കാലഘട്ടത്തിൽ ഈ രസമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഞാൻ എൻ്റെ വായനയുടെ 30-ാം കൊല്ലത്തിലും അതേ രസത്തിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ വായനക്കാരൻ പരിപോഷിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അവിടെ ഞാൻ എവിടെയോ കുടുങ്ങിക്കിടക്കേണ്ട എവിടെയോ തരത്തിലുള്ള, പക്ഷെ അതിനെ അതിജീവിച്ചവരാണ് ഈ നാട്ടിലെ വായനക്കാരായിട്ട് നിലനിൽക്കുകയും ഇത്തരം ഗൗരവമുള്ള സംവിധാനങ്ങളിലേക്ക് വരികയും ചെയ്യുന്നതെന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഈ ഗൗരവ സാഹിത്യം എഴുതുന്ന എഴുത്തുകാരോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, കാരണം ഈ അടുത്ത് അങ്ങനെ കുറച്ച് ട്രെൻഡുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം വലിയ ജനപ്രിയരാണ് എപ്പോഴും കൗട്ട് പുള്ളേഴ്സ്. ആ കൗട്ട് പുള്ളേഴ്സിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ദയവ് ചെയ്ത് നിങ്ങളുടെ ഭാവനയെ വെള്ളം ചേർത്ത് കലക്കരുത് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഈ അടുത്ത് മലയാളത്തിൽ വളരെ വലിയൊരു എഴുത്തുകാരൻ ഒരു അബദ്ധം കാണിച്ചു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതുകൊണ്ട് അതൊരു പ്രവീണ് മാത്രമല്ല ഒത്തിരി അതുണ്ട്. അത് അവരുടെ എഴുത്തുകൾ എഴുതട്ടെ, നമുക്ക് നമ്മുടെ എഴുത്തുകളായിട്ട് മുമ്പോട്ട് പോകാം. നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഭാവനകൾ എന്താണോ, നിങ്ങളുടെ ഉള്ളിൽ വരുന്ന മൗലികമായ ആശയങ്ങൾ എന്താണോ, നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഭാഷ ഏതാണോ അതിനെ വളരെ സ്വാഭാവികതയോടുകൂടി തന്നെ എഴുതുക, പകർത്തുക, പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നൊരു പരിപാടിയാണ്. അല്ലാതെ രസം ഇതായിരിക്കാം, ഇപ്പോഴത്തെ ട്രെൻഡ് ഇതായിരിക്കാം എന്ന് നമുക്ക് താൽക്കാലികമായ കുറച്ച് നേട്ടങ്ങൾ അതിൽ നിന്ന് ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഒരു 15 കൊല്ലം കഴിഞ്ഞിട്ട് ഈ ആൾക്കൂട്ടം നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. അത് നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന 1000 പേരുണ്ടല്ലോ, ആ പുസ്തകം വായിച്ചൊരു 1000 പേരുണ്ടാകും. അത് വായനക്കാരാണ്. ആ 1000 പേര് വായനക്കാരാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ എനിക്ക് പറയാനുള്ള എല്ലാരും വായിക്കുക, ഇത്തരം ഉത്സവങ്ങളിലേക്കൊക്കെ വരിക. അത് എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. എല്ലാവരും വായിക്കുക, പറ്റുന്നതൊക്കെ വായിക്കുക. അപ്പം വായനയുടെ തുടക്കത്തിൽ നമ്മൾ എന്താണോ എന്നുള്ളത് അവിടെ തന്നെ സ്റ്റക്കായി പോകാതെ മുന്നോട്ട് വായിക്കുക, മുന്നോട്ട് പോവുക. പിന്നെ ഇങ്ങനെയുള്ള സാഹിത്യോത്സവങ്ങളിലൊക്കെ പറ്റുമെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമുള്ളതോ അല്ലെങ്കിൽ നിങ്ങളൊരു വായനക്കാരനാകാൻ വേണ്ടി ഒരു സാഹിത്യോത്സവങ്ങളിലോ അല്ലെങ്കിൽ ഉത്സവങ്ങളിലോ അല്ലെങ്കിൽ ഇങ്ങനെ അറിയുന്ന ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ പറ്റുമെങ്കിൽ പോകുക, അറിയുമെങ്കിൽ സംബന്ധിക്കുക. കാരണം മനോഹരമായ കുറെ ഓർമ്മകൾ, മനോഹരമായ കുറെ സെഷൻസ്. അതാണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് ഒരു തരം ലഹരിയുണ്ട്, ഒരു റിയാലിറ്റി എസ്കേപ്പ് ഉണ്ട് സാധനത്തിനകത്ത്. നമുക്ക് KLF-ന്റെ 4-ാം ദിവസം അല്ലെങ്കിൽ കായുടെ അവസാന ദിവസം അല്ലെങ്കിൽ ഹോർത്തൂസിന്റെ അവസാന ദിവസം അല്ലെങ്കിൽ IFFKയുടെ അവസാനത്തെ ദിവസം ഇതിൽ വരുന്നവർ അനുഭവിക്കുന്ന ഒരു തരം വിഹ്വലതയുണ്ട്. നാളെ തങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക്, ദൈനംദിന ജീവിതത്തിന്റെ പരുക്കൻ സ്വഭാവങ്ങളിലേക്ക് തിരിച്ചു പോകണമല്ലോ എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയാണ്. അത് ഒരു തരം ഒളിച്ചോട്ടമുണ്ടല്ലോ, അത് നമ്മുടെ മനുഷ്യനായിട്ടുള്ള നമ്മുടെ ഒരു ഒളിച്ചോട്ടമാണ്. നമ്മുടെ സാങ്കേതിക ജീവിതത്തിനകത്ത് നിന്ന് നമ്മളിലേക്ക് തന്നെ ഒരു തരം തിരിഞ്ഞു നടത്തുന്ന ഒരു പ്രക്രിയയാണ്. ഒരു 4-5 ദിവസം
അതിനെ നമ്മൾ അതിഗംഭീരമായി എന്താണ് സ്നേഹിക്കുന്നുണ്ട്, ആനന്ദിക്കുന്നുണ്ട്. അവിടെ പോകുന്നു വളരെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പേഴ്സണൽ ടോക്കിൽ സംസാരിച്ച പോലെ ഈ KLF പോലുള്ള ഇടങ്ങളിൽ ആളുകൾ സ്നേഹം പങ്കുവെക്കുന്ന രീതി എന്ന് പറയുന്നത് വളരെ രസമാണ്. എനിക്കൊന്നും നോക്കാനില്ല, എനിക്ക് എൻ്റെ സുഹൃത്തിന് ഒന്നും നോക്കാതെ എനിക്ക് അവിടെ കെട്ടി അയാളുടെ ഒപ്പം എനിക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാം, എനിക്ക് അയാളുടെ കൂടെ കടൽ തീരത്ത് പോയിരിക്കാം, ഐസ്ക്രീം തിന്നാം. സാധാരണ ഒരു പോപ്പുലർ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക സിറ്റുവേഷൻസിൽ ഒരു പക്ഷെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാവുന്ന അല്ലെങ്കിൽ ആളുകൾ നോക്കിയേക്കാവുന്ന പല കാര്യങ്ങളും ഇങ്ങനെയുള്ള തുറന്ന സ്പേസ് നമുക്ക് തരാണ്. നമ്മളായി ജീവിക്കാനുള്ള ഒരു തുറന്ന സ്പേസ് നമുക്ക് അല്ലെങ്കിൽ ഒരു അവസരങ്ങളില്ലാത്ത ഓഡിറ്റ് ചെയ്യപ്പെടാത്ത ഒരു ഒരു സാമൂഹിക സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇത്തരം നമ്മുടെ സമൂഹം മൊത്തം ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽസിന് മാത്രമല്ല ഇങ്ങനെയുള്ള സമൂഹം മൊത്തം അല്ലെ നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാകട്ടെ. അല്ല, അവിടെ വരുന്നവരുണ്ട്, ശ്രദ്ധിച്ചാൽ അവർ വസ്ത്രധാരണത്തിൽ പരീക്ഷണങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്, പുതിയ അവരുടെ മൂവ്മെന്റുകളുമായി അവിടെ എത്തുന്ന ആളുകളുണ്ട്, ഇവൻ എനിക്ക് ബാഡ്ജുകൾ ധരിച്ചെത്തുന്ന ആളുകളുണ്ട്, ഒരു കൂട്ടം ആളുകൾ ചിലപ്പോൾ അവരുടെ ഒരു പൊളിറ്റിക്സ് പറയാനായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രതിഷേധങ്ങളുണ്ട്, കലയിലൂടെ നടത്തുന്ന പ്രതിരോധങ്ങളുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ ഒരുതരം ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കപ്പെടുന്നു എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു കൗതുകം എന്ന് പറയുന്നത്. അനുഭവിച്ച് തന്നെ മനസ്സിലാക്കുക. പിന്നെ അതിൻ്റെ രസങ്ങളും രസമില്ലായ്മകളും ഒക്കെ സ്വാഭാവികമായിട്ടും എല്ലാ പ്രക്രിയയും പോലെ അതിനും ഉണ്ടാകുമല്ലോ. നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും അല്ലെ ഒരു സാഹിത്യോത്സവം ഇങ്ങനെയുള്ള ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നത് നമുക്ക് ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു അനുഭവം തന്നെയായിരിക്കും. ഇപ്പം ഞാൻ ഒരു കാര്യത്തെ പറ്റി ഇപ്പൊ നമ്മുടെ KLF കഴിഞ്ഞു, പക്ഷെ വരുന്നുണ്ട്, ഇനി പോയിട്ടില്ല. അയ്യോ ഇങ്ങനെയൊക്കെ കേട്ടപ്പോ പോയിരുന്നു എന്ന് തോന്നുന്നവർക്കാണെങ്കിൽ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ കുറച്ചുകൂടെ ഒരുതരം ക്ലോസ്ഡ് ആണ്, ഒരു കാമായിട്ടുള്ളൊരു സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന അങ്ങനെ വരുന്ന ആളുകളാണ്. പിന്നെ കൗഡ് ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആയിരിക്കും കുറച്ചുകൂടെ എന്റർടൈൻ ചെയ്യുന്നതെന്ന് തോന്നുന്നത്. കുറച്ചും കൂടി ഓറിയന്റഡ് അങ്ങനെ അപ്പം എല്ലാവരും പോവാ, വായിക്കുക. അത് തന്നെയാണ്. താങ്ക് യു.